അതുപോലെ നമ്മൾ ഈ വണ്ണം കൂടുമ്പോഴത്തേക്കും ആദ്യമേ നോക്കി ഈ കൊഴുപ്പ് ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 7-10 കിലോ വരെ വയറിൽ കൊഴുപ്പ് മാത്രം കാണും. അത് ഈ ഫുള്ള് ചുമക്കിൻ്റെ പുറത്ത്, അതായത് ദഹിക്കുന്ന ചുമക്കിൻ്റെ പുറത്ത്, വയറിൻ്റെ പുറത്ത് അമക്ക് കഴിയുമ്പോൾ ദഹനം ശരിക്കും മാറ്റം, ശരിക്കും ഡാമേജ് വരും, പിന്നെയും ഗ്യാസ് ട്രബിൾ കൂടും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം, അതായത് കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കുക, എരിവും പുളിയും ഭയങ്കര കൂടുതലുള്ള കഴിക്കാതിരിക്കുക, വിശന്നേ ഇരിക്കരുത്. അതുപോലെ തന്നെ വയറിളക്കാനുള്ള മരുന്നുകളോ ഈ ആൻറ്റാസിഡ്സോ കഴിക്കാതെ ഇരിക്കുക, കഴിയുന്നത്ര കഴിക്കാതിരിക്കുക, എന്നാൽ പിന്നെയും ഡാമേജ് വരും. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോഴും ഇതേപോലെയാണ്. നമ്മൾ അത് കഴിച്ചുകൊണ്ടിരിക്കും, പാല് കഴിച്ചാൽ പാല് ദഹിക്കുന്ന ഒരു സാധനം വയറിനകത്ത് തന്നെ ഒരു ബാക്ടീരിയ ഉണ്ട്, അത് ചത്തുപോകും ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ. അപ്പോൾ പാല് കഴിച്ചാൽ പാൽ ഒട്ടും ദഹിക്കില്ല, അപ്പോൾ ഗ്യാസ് ട്രബിൾ ഇരട്ടിയാവും. അപ്പോൾ അത് ആ സമയത്ത് പാല് കഴിക്കാതിരിക്കുക, പാലിന് അലർജി ഉണ്ടെങ്കിൽ കഴിക്കാതിരിക്കുക, അലർജിയുള്ള ആഹാരം കഴിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോമിയോയിൽ തന്നെ നമുക്ക് ഈ ബയോകെമിക് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് 2-3 ടൈപ്പ് ഉണ്ട്. അത് കഴിച്ചുകൊണ്ടിരുന്നത് നന്നായിട്ട് നല്ല രീതിയിൽ ഗ്യാസ് കൊളസ്ട്രോൾ കുറയും, ഏമ്പക്കം പോകുന്ന കുറയും. അതുപോലെ ദഹനവും നല്ല രീതിയിലാവും. അതുപോലെ ഓവർ വെയിറ്റ് വയ്ക്കാതിരിക്കാനും ശ്രമിക്കുക. അതുപോലെ നല്ല സ്ട്രോങ് എരിവ്, സ്ട്രോങ് പുളിപ്പ്, ഭയങ്കര മധുരം, അതുപോലെ കെമിക്കൽസ് ചേർന്ന ഫുഡ്, ഇതെല്ലാം ശ്രദ്ധിച്ചോളണം. അതുപോലെ ഈ പച്ചയായ സാധനങ്ങളൊക്കെ നമ്മൾ നല്ലതാണെന്ന് തോന്നും, പക്ഷേ ചിലർക്ക് പച്ചയായ സാധനങ്ങളൊന്നും ദഹിക്കില്ല, അവർക്കും ഗ്യാസ് ട്രബിൾ ഭയങ്കരമായിട്ടുള്ളൂ. അതുകൊണ്ട് സാലഡ്സൊക്കെ ഒന്ന് വേവിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു മയം വരുത്തിയിട്ട് കഴിക്കാവൂ, എന്നാലേ അത് കൊള്ളാവും. അതുപോലെ എണ്ണമയവും കൂടിയാൽ കൊള്ളില്ല, ഭയങ്കര എണ്ണമയം ശരിക്കും ഗ്യാസ് കൂടും. നെയ്യും ഇങ്ങനെയാണ്, ആവശ്യത്തിൽ കൂടുതൽ. ഇപ്പം നമ്മൾ പായസം കഴിച്ചപ്പോൾ നമ്മൾ സദ്യ കഴിഞ്ഞ് പായസം കഴിച്ച് നമുക്ക് ഉടനെ ഉറക്കം വരുന്നതിൻ്റെ പ്രധാന റീസൺ വയറ് മൊത്തം അങ്ങ് സ്ലോ ഡൗൺ ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിമധുരവും അതുപോലെ കൂടുതൽ പായസത്തിൻ്റെ മധുരവും ചില ഈ നെയ്യുടെ ഇതെല്ലാം നോർമലി മിതമായ രീതിയിൽ കുറച്ചേ കഴിക്കാവൂ. അതുപോലെ നോർമൽ എക്സസൈസുകളും നോർമൽ നടക്കുക അങ്ങനത്തെയൊക്കെ നല്ലതാണ്. എക്സസൈസും കൂടിയാൽ കൊള്ളില്ല. അതുപോലെ നമ്മൾ ഈ ഇരിക്കുന്ന പൊസിഷൻ എപ്പോഴും ഈ ബാക്ക് വശം ഇങ്ങനെ നട്ടൽ നൂത്തേ ഇരിക്കാവും. അല്ല നമ്മളിങ്ങനെ വളഞ്ഞു കുത്തി കിടന്നാൽ ഈ വയറിങ്ങനെ മടങ്ങുമ്പോൾ പിന്നെയും ഇത് വയറിൻ്റെ നമ്മുടെ ഡൈജഷൻ ഭയങ്കരമായിട്ട് കുറയുമ്പോൾ പിന്നെയും ഗ്യാസ് ട്രബിൾ ശരിക്കും നല്ലതുപോലെ കൂടും. അതുപോലെ തന്നെ ഈ പുളിച്ച് കേട്ടലിനും ഇതുപോലെ പിന്നെ ഹയറ്റസ് ഹെർണിയ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഉള്ളവർക്ക് എപ്പോഴും പുളിച്ച് കേട്ടും ഗ്യാസ് ട്രബിൾ വരും. അത് പക്ഷേ നമ്മൾ പിന്നെ അത് നോക്കിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതിയിൽ അത് വലുതാണെങ്കിൽ സർജറി ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് ഗ്യാസ് ട്രബിൾ കുറയും. പിന്നെ ലിവർ ഫങ്ഷന് തകരാറ് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ലിവറിനകത്ത് ഗ്യാൽ സ്റ്റോൺ, ഇവിടെ കല്ല് വരും, നമുക്ക് സാധാരണ കിഡ്നി സ്റ്റോൺ പോലെ ഗ്യാൽ സ്റ്റോൺ വരും. അത് കൂടിയാലും നമുക്ക് എപ്പോഴും അസിഡിറ്റി കൂടും. കാരണം അവിടെ ഈ നമ്മളെ ഈ ലിവറിൽ നിന്ന് കടലിൽ നിന്ന് വരുന്ന ആ ഫ്ലൂയിഡ്സ് കൂടുതൽ വയറിലോട്ടം കൊണ്ട് തള്ളുമ്പോൾ അത് പെട്ടെന്ന് ഒരുമാതിരിയായി പുളിച്ചിട്ട് പിന്നെയും ഗ്യാസ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഈ ഗ്യാസ് സ്റ്റോൺ ഉണ്ടോ എന്ന് നോക്കണം. ഉള്ളവർക്ക് മാറാതെ ഈ ഇത് നിൽക്കുന്നതാണ്, ഈ ഗ്യാസ് ട്രബിൾ നല്ലതുപോലെ നിൽക്കുന്നതാണ്. അതുപോലെ ലിക്കർ കൊള്ളൂല. ലിക്കർ ഏത് രീതിയിലുള്ള ലിക്കറും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നോർമലി ഇല്ല കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ കുറച്ചളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലിവറിലോ നമ്മൾ ഈ കഴിക്കുന്ന ലിവർ ഇപ്പോൾ 60 ml ആണെങ്കിലും 120 ml ആണെങ്കിലും എത്ര കഴിച്ചാലും ലിവറിൽ ചെന്നിട്ട് അതവിടെ കെട്ടി നിൽക്കും. പിന്നെ അതിനകത്ത് ബാക്കി സ്പേസ് ഇല്ല സാധനങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അതിൽ നിന്ന് വരുന്ന ജ്യൂസുകളുടെയും കാര്യങ്ങളുടെയും എല്ലാം ഗ്ലൂക്കോസ്, അവിടെയാണ് ഗ്ലൂക്കോസ് സൂക്ഷിച്ച് വയ്ക്കുന്നത് കരളിനകത്ത്. അപ്പോൾ അതെല്ലാം ഡാമേജ് വരും. അതോടുകൂടി നിങ്ങളുടെ ഡൈജഷൻ മൊത്തം തകരാറാവും. അപ്പം ഈ ആക്ച്വലി നമ്മൾ ലിക്കർ കഴിക്കാതിരുന്നാൽ ഏറ്റവും നല്ലത്. കഴിക്കുന്നെങ്കിൽ വളരെ കൺട്രോൾഡായിട്ട് അങ്ങനെ വേണം കഴിക്കുക. കൂടുതലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്യാസ് ട്രബിൾ മാറുകയില്ല. അതിൻ്റെ കൂടെ നിങ്ങൾ എരിവും കൂടുതൽ കഴിക്കും, പുളിയും കൂടുതൽ കഴിക്കും, അതോടുകൂടി നല്ലതുപോലെ ഗ്യാസ് ട്രബിൾ പിന്നെയും വരും. അതുപോലെ ഈ അച്ചാറുകളെല്ലാം ഒരു കാരണവശാലും കൂടുതൽ കഴിക്കാൻ പറ്റില്ല. പേരിന് നൈസായിട്ട് കഴിക്കുന്നതല്ലാതെ, കാരണം അതിനകത്തെല്ലാം പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് എരിവും പുളിയൊക്കെ ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ അറിയുന്നില്ലെന്നുള്ളൂ, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ആയതുകൊണ്ട് അറിയുന്നില്ല. അപ്പം കഴിക്കുന്ന ഈ പേരിന് അച്ചാറൊക്കെ വളരെ ഇച്ചിരി പോലെ കഴിക്കാം. വളരെ കൂടുതൽ കഴിക്കുന്നവരൊക്കെ ഉണ്ട്, അവർക്കൊന്നും ഈ ഗ്യാസ് ട്രബിൾ മാറുകയില്ല. വളരെ പ്രശ്നമാണ്. എപ്പോഴും വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നത് ഒരു ഗ്യാസ്ട്രോ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്യണം. അതൊന്നും ആദ്യം നോർമലി ആവശ്യമില്ല. നോർമലി ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറും. അതുപോലെ ഈ നെഞ്ചരിച്ചിൽ കൂടുതലുണ്ട്, ഇവിടെ പൊള്ളിക്കഴിഞ്ഞ് അൾസർ പോലെ വരും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഹോമിയോപ്പതിക് സോൾട്ടുകൾക്ക് പുറമേ ആഴ്സാൽബ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, നൈട്രിക് ആസിഡ് എന്ന് അങ്ങനത്തെ 2 പ്രധാന മരുന്നുണ്ട്, 2-3 മരുന്നുണ്ട്. ഇത് നമ്മൾ 1-2 പ്രാവശ്യം ഇടയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ അൾസറിൻ്റെ അതും കുറയും, ആ എരിച്ചിലും കുറയും, ആ കുത്തിയുള്ള വേദന എല്ലാം അതിൽ നിന്ന് മാറും.
ഈ അൾസറും കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാസ് ട്രബിളാണ്. അതുപോലെ ഗ്യാസ് ട്രബിൾ കൂടിയാലും തിരിച്ച് അൾസർ പോലെയും പിന്നെയും വരും. അത് നല്ല പെയിൻഫുൾ ആയിരിക്കുകയും ചെയ്യും, നല്ല വേദനയുള്ളേക്ക്. അത് നമുക്ക് നല്ല കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ പോലത്തെ പെയിനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണോ എന്നൊക്കെ തിരിച്ചറിയാൻ കുറേ മെത്തേഡ്സൊക്കെ ഉണ്ട്. എന്നാലും പറയാം, നോർമൽ ഗ്യാസ് ട്രബിൾ വളരെ ഇറിറ്റേഷനാണ്. ഇപ്പോഴത്തെ സെഡൻറ്ററി ലിവിങ്ങിനകത്ത് ഈ ഗ്യാസ് ട്രബിൾ ഒരു വലിയൊരു പ്രശ്നമാണ് ഫുഡിൻ്റെ. അപ്പം ആഹാരം നോക്കി കഴിക്കുക, കറക്റ്റ് സമയത്ത് കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് നിർബന്ധമായിട്ട് വേണം. ഫൈബർ ഉണ്ടെങ്കിലേ മലം കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ, കറക്റ്റ് രീതിയിലുള്ള മലത്തിൻ്റെ ക്വാണ്ടിറ്റി പോവുള്ളൂ. എന്നാൽ മാത്രമേ ശരിക്കും ഗ്യാസ് ഈ ഫ്ലോ കംപ്ലീറ്റ് കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഫൈബർ, കറക്റ്റ് മധുരം, കറക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ്, അപ്പം വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഈ മിനറൽസ് കിട്ടുന്ന രീതിയിൽ വേണം ഫുഡ് കഴിക്കാൻ. അതുപോലെ കെമിക്കൽസ് ഉള്ള ഫുഡ്, ഈ പൊരിച്ച ചീത്തയായ എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ കൂടുതൽ കഴിക്കുക. എണ്ണയിൽ പൊരിച്ച കൂടുതൽ കഴിക്കാതിരിക്കുകയാണ് നല്ലത്, കുറച്ച് കഴിച്ചാൽ കുഴപ്പമില്ല. അതുപോലെ ഈ മീനിനകത്തുള്ള കെമിക്കൽസുകൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കും. മീനിൻ്റെ കെമിക്കൽസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരു മഞ്ഞളുടെ നമ്മളൊരു ബ്ലോട്ടിംഗ് പേപ്പറിൽ എടുത്തിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ തേച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറും. അപ്പോൾ അതിനകത്ത് ഫോർമാലിൻ ഉണ്ടെന്നർത്ഥം. ഫോർമാലിൻ പറഞ്ഞാൽ ഡെഡ് ബോഡി സൂക്ഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അകത്ത് പോയാൽ ഉറപ്പായാലും നിങ്ങൾക്ക് വയറിനകത്ത് ക്യാൻസർ വരെ ഉണ്ടാവും, എരിച്ചിലും ഉണ്ടാവും. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് വേണം. അങ്ങനത്തെ കെമിക്കൽസ് ഉണ്ടോ അത് കഴിക്കാതിരുന്നാൽ നല്ലതാണ്. പിന്നെ ഞാൻ കിടക്കുന്ന പൊസിഷൻ ഞാൻ പറഞ്ഞത് നല്ലത് പൊസിഷനാണ്. ഈ ഇവിടെ ഒരു തലയണ വയ്ക്കുക, ഇവിടെ വയ്ക്കുക, അപ്പോൾ മുഖം ഓപ്പൺ ആയിരിക്കും, രണ്ട് കൈ ഇങ്ങനെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് കിടക്കും വയറിനൊരു സപ്പോർട്ട് പോലെ അല്ലാതെ കിട്ടും. അപ്പോൾ അത് ദഹനത്തിന് നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്യാസ് ട്രബിളിൻ്റെ പ്രത്യേകത. പിന്നെ ഈ മരുന്ന് ഹോമിയോ മെഡിസിൻ നല്ലതാണ്. ആ ബയോകെമിക്കൽ എന്ന് പറയും, അത് കഴിച്ചുകൊണ്ടിരുന്നാൽ ശരിക്കും നന്നായിട്ട് കൺട്രോൾ വരും. നല്ല ആശ്വാസം ഉണ്ടെങ്കിൽ നിർത്തുകയും ചെയ്യും, പിന്നെ കഴിക്കേണ്ടതില്ല, പിന്നെ വേണമെങ്കിൽ കഴിച്ചാൽ മതി. എപ്പോഴും നമ്മൾ വയറ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ട്രബിൾ വന്ന് കുഴപ്പം ചെയ്യും. ഈ മലബന്ധം വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് ഇളക്കാനുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ ഈ നമ്മൾ ഹെൽത്ത് ഫ്ലഷ് വെച്ചിട്ട് വെള്ളം, അതായത് നമ്മൾ ഇനി വാട്ടർ എനിമ എന്ന് പറയും, അത് മറ്റേ ഇങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ എനിമയൊന്നും നടക്കണ്ട. ഇത് തന്നെ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ മലയോരത്തിലോട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ, അത് മരം പോകുന്നതിന് മുമ്പ് അടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് തണുക്കുകയും അവിടെ ഇത്തിരി ചൂടായിരിക്കും, അത് തണുക്കുകയും അവിടെ ഇറുകിയിരിക്കുന്ന പതുക്കെ ഒന്ന് ലൂസാവുകയും ചെയ്യും. അപ്പോൾ അത് മലബന്ധം കുറയ്ക്കാൻ നല്ല രീതിയിൽ സഹായിക്കും. അത് വാട്ടർ എനിമയാണ്. അത് നമുക്ക് ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകിച്ച് ഒരു ഏജ് ഇച്ചിരി കൂടി കഴിയുമ്പം. കാരണം നമ്മൾ ഈ കഴിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ അവസാനം വന്ന് കണ്ടൻസ് ചെയ്ത് മലമായി ഫീസസായി വന്ന് അവിടെ ഒന്ന് ലോഡ് ചെയ്ത് തിക്കായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ അറ്റം തുറന്നു കൊടുക്കുകയില്ല. അപ്പോൾ അതൊരു ഡ്രൈ ആയി ഇത്തിരി കൺജസ്റ്റഡ് ആയിട്ട് അങ്ങനെ അവിടെ ഇരിക്കും. അപ്പോൾ നമ്മളിത് മുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇത് വെളിയിൽ ഇറങ്ങി വരും, എക്സ്റ്റേണൽ പൈൽസ് ആവും. നമ്മൾ നേരത്തെ പറഞ്ഞു എരിവ് കഴിച്ചാൽ ഇൻറ്റേർണൽ പൈൽസ് ഉണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, അതൊക്കെ ഇൻറ്റേർണൽ പൈൽസാണ്. എക്സ്റ്റേണൽ പൈൽസ് ഉണ്ടാകുന്ന ഒരു പ്രധാന കാരണം ഈ മുക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഈ ഇന്ത്യൻ ക്ലോസറ്റിൽ ആക്ച്വലി ഇരിക്കാൻ പാടില്ല. കാരണം നമ്മളങ്ങനെ ഇരിക്കുമ്പം ആ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഇത് എക്സ്റ്റേണൽ പൈൽസ് ഉണ്ടാവാൻ ടെൻഡൻസി നല്ലപോലെ കൂടും. അതാണ് ഈ പശുവൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് പശുവിന് ഈ മൃഗങ്ങൾക്ക് പൈൽസ് വരാറില്ല. കാരണം അവരിങ്ങനെയാണ് നിൽക്കുന്നത്. അവരുടെ ഇത് മലദോരം ഇങ്ങനെ കയറുള്ളൂ, അതായത് വെളിയിൽ വരില്ല. നമ്മളിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് താഴോട്ട് ഇറങ്ങി വരാനുള്ള ടെൻഡൻസി കൂടുതലാണ് മലദോരത്തിന്. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ മലബന്ധത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഡ്രൈ ആയിട്ട് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ മുക്കിക്കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് ഇറങ്ങി വന്നത് എക്സ്റ്റേണൽ പൈൽസ് പോലെ ആവും. അത് വരാതിരിക്കാൻ രാവിലെ എണീറ്റ് അത് മലം പോകുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മറ്റേ നമ്മുടെ ഹെൽത്ത് ഫ്ലഷ് വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം, തണുക്കുന്ന രീതി അടിച്ചു കൊടുക്കണം. എന്നിട്ട് പതുക്കെ വിരൽ വെച്ചൊന്ന് നൈസാ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി മലം അങ്ങ് പോകും. അങ്ങനെ നമ്മളൊന്ന് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്മൂത്തായിട്ട് ഇങ്ങനെ നമ്മൾ ഈ മല ഇളക്കാനുള്ള അങ്ങനത്തെ ഒന്നും കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ഒട്ടും കൊള്ളില്ല. സൈക്കിൾ മൊത്തം കറക്റ്റ് ഇതാക്കാതെ. അപ്പോൾ ഇത് നല്ലതാണ്. വാട്ടർ എനിമ എന്ന് പറയും. അത് ദിവസം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബയോകെമിക് സോൾട്സ് ഹോമിയോയുണ്ട്, നല്ല എഫക്റ്റീവാണ്. കഴിച്ച് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും. പിന്നെ ആവശ്യം കഴിഞ്ഞാൽ നിർത്തുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത് നല്ല റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. വേറെ കുറേ കാരണങ്ങൾ കൊണ്ട് ഗ്യാസ് ട്രബിൾ വരും. ഇപ്പോൾ ഉദാഹരണം പാൻക്രിയാസിന് എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ അതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. പക്ഷേ അതിനെല്ലാം സിംറ്റംസ് ഉണ്ട്. ആ സിംറ്റംസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുഴപ്പം. അപ്പോൾ നോർമലി ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ആഹാരം കറക്റ്റ് സമയത്തിന് കഴിക്കുക, എരിവും പുളിയും കഴിയുന്നതും കുറച്ച് കഴിക്കുക. അതുപോലെ തന്നെ പിന്നെ ചിലർ ഈ ചായയും കാപ്പിയും ഒരുപാട് കുടിക്കും. ചായക്കകത്ത് പ്രത്യേകിച്ച് കളറുണ്ട്. ആ കളർ കേടാണ്, ചായ കളറാണ്. ഇപ്പോൾ എല്ലാ ചായയും കളറാണ്. ഗ്രീൻ ടീയും വേറെ കുഴപ്പമാണ്. ആ ഗ്രീൻ ടീ എല്ലാം പറയുന്നത് അല്ലാതെ. അപ്പോൾ നോർമലി
ചായ കളർ കോഫിക്കകത്ത് കളറില്ല. 1-2 കോഫിയോ 1-2 ചായ കുടിക്കുന്ന കുഴപ്പമില്ല. കൂടുതൽ കഴിച്ചാൽ ആ കറ പോയി വയറിൽ ഇതേപോലെ ഇൻഡൈജഷൻ ഉണ്ടാക്കും, ഗ്യാസ് ട്രബിൾ കൂട്ടുകയും ചെയ്യും. അപ്പോൾ നോർമലായിട്ടുള്ള ഫുഡ്, അപ്പോൾ നമ്മൾ ആ പറഞ്ഞതുപോലെ ഫൈബർ കിട്ടുന്നതും മധുരം അതുപോലെ തന്നെ പ്രോട്ടീൻ കിട്ടുന്ന എല്ലാ സാധനവും കറക്റ്റായി കഴിച്ചാൽ എല്ലാം കറക്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കും. അപ്പം ഇതുപോലെ അടുത്തൊരു ഡിസീസായിട്ട് അടുത്ത എപ്പിസോഡിൽ വരും.